ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഈ പുസ്തകമനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വചനമനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിന്റെ ജീവിതമാണ് സഫലമായി തീരുവാൻ പോകുന്നത്, വിജയകരമായി തീരുവാൻ പോകുന്നത് നിന്റെ ജീവിതമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. 1-2 തിമോത്തിയോസിന്റെ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം വളരെ പരിചിതമാകുന്ന വാക്യമാണല്ലോ. ഒരിക്കൽ കൂടെ നമുക്ക് തോന്നുന്നു വായിക്കാം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ വചനം മാത്രം മതി. ഉപദേശത്തിന് വചനം മാത്രം മതി. ശാസനത്തിന് ഈ വചനം മാത്രം മതി. ഗുണീകരണത്തിന് ഈ വചനം മാത്രം മതി. നീതിയിലെ അഭ്യാസത്തിന് ഈ വചനം മാത്രം മതി. വിശുദ്ധ ജീവിതത്തിന് ഈ വചനം മാത്രം മതി. രോഗസൗഖ്യത്തിന് ഈ വചനം മാത്രം മതി. നിന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് ഈ വചനം മാത്രം മതി. നല്ല ബന്ധങ്ങൾ ഉണ്ടാകുവാൻ ഈ വചനം മാത്രം മതി. ശുശ്രൂഷയിൽ മുന്നേറ്റം ലഭിക്കുവാൻ ഈ വചനം മാത്രം മതി. വാ, നിന്റെ ശ്രദ്ധ ഈ വചനത്തിലേക്ക് തിരിക്കുകയാണെങ്കിൽ ഈ വചനം നിന്നെ ഉയർത്താൻ പോകുകയാണ്. Hallelujah. Thank you Jesus. Hallelujah. Hallelujah. ഞാനത് ആവർത്തിച്ച് പറയുകയാണ്. വചനത്തെക്കുറിച്ച് നിനക്ക് വെളിപ്പാട് ലഭിച്ചിരിക്കുന്നു എങ്കിൽ മറ്റൊന്നും നിനക്ക് ആവശ്യമില്ല. ഈ വചനത്തിൽ നീ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. ഈ വചനം നിന്നെ ഉയർത്തുവാൻ പോകുന്നു. Hallelujah. Amen. Hallelujah. ഈ വചനത്തെ നിസ്സാരമായി കാണുന്നവരുണ്ടെങ്കിൽ ഇന്ന് ആ മേഖലയിൽ നിങ്ങൾ മാനസാന്തരപ്പെടുക. വചനത്തെ നിങ്ങൾ ഗൗരവത്തോടുകൂടെ കാണുവാൻ തയ്യാറാകുക. കെനത്ത് ഹെഗിൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് വചനവുമായിട്ടിരിക്കുന്നത് തൻ്റെ മകൻ കെനത്ത് ഹെഗിൻ ജൂനിയർ കാണുമായിരുന്നു. വൈകുന്നേരം 7 മണിക്ക് പപ്പ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് കുട്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അതേ കസേരയിൽ അവിടെ ഇരിപ്പുണ്ട് കെനത്ത് ഹെഗിൻ. ഹോൾ നൈറ്റ് ഇരുന്ന് ഈ വചനം പഠിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആ ദേവദാസൻ ആ വചനത്തോട് കാണിച്ച തീവ്രമാകുന്ന ആ ഉത്സാഹവും താല്പര്യവും വളരെ വളരെ ശ്രദ്ധേയമാണ്, വളരെ ശ്രദ്ധേയമാണ്. അത്ഭുതകരമാകുന്ന ചില കാര്യങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ സംഭവിക്കുവാൻ പോകുകയാണ്. നിങ്ങൾ ആ വർത്തമാന പത്രങ്ങളും ആ ന്യൂസ് ചാനലുകളും ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം, യൂട്യൂബും എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം നിന്റെ ശ്രദ്ധ ബൈബിളിലേക്ക്